വിശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ അമ്മയെക്കുറിച്ചുള്ള തൻ്റെ സങ്കടങ്ങൾ ശാലിനിയോട് പറയുകയാണ് ശാരിക. നിന്നെ IAS ആക്കണം എന്നുള്ളത് വലിയ മോഹമായിരുന്നു. പിന്നീട് അത് എത്തിപ്പിടിക്കാൻ കഴിയാത്ത ഒന്നാണെന്ന് അമ്മ മനസ്സിലാക്കി. അച്ഛനോടും വാശിയില്ല. എന്തിന് രാജേശ്വരിയോട് പോലും അമ്മയ്ക്കിപ്പോൾ വാശിയില്ല. അമ്മയ്ക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ എന്തുണ്ട് ലാഭമായിട്ട്? അമ്മയുടെ ഭാഷയിൽ പറഞ്ഞാൽ വട്ടക്കൊട്ടയിൽ വെള്ളം കോരി എന്നൊക്കെ സങ്കടങ്ങൾ ശാലിനിയോട് പറഞ്ഞ് സങ്കടപ്പെടുകയാണ് ശാരിക. പിന്നെ നമ്മുടെ കാര്യവും ഒന്ന് നോക്കിക്കേ. പെൺമക്കളെ നല്ലൊരു വീട്ടിലേക്ക് കെട്ടിച്ചയക്കണം, പയ്യൻ്റെ കൂടെ നന്നായിട്ട് ജീവിക്കണം എന്നൊക്കെയല്ലേ ഏതൊരമ്മയുടെയും ആഗ്രഹം. അപ്പോൾ അമ്മ നോക്കുമ്പോൾ നമ്മുടെ ജീവിതം ഇങ്ങനെയൊക്കെ ആയില്ലേ എന്നും ശാരിക ചോദിക്കുന്നുണ്ട്. കുടുംബജീവിതം തുടങ്ങുന്നതിന് മുമ്പേ നമ്മുടെ ഭർത്താക്കന്മാർ നമ്മളെ ഉപേക്ഷിച്ചു. ഒന്നല്ലെങ്കിൽ മറ്റൊരു സാഹചര്യത്തിൽ അവർക്കൊന്നും ഇതിനെ എതിർക്കാനും തോന്നുന്നില്ല, എതിർക്കാൻ സാധിക്കുന്നില്ല എന്ന് മാത്രമല്ല അവർ പറയുന്നതിനൊക്കെ വഴങ്ങിക്കൊടുക്കേണ്ടിയും വരുന്നു എന്നൊക്കെ പറഞ്ഞ് വീണ്ടും കരയുകയാണ് ശാരിക. ഇന്നിപ്പോൾ ഇവിടെ വിഷ്ണുവേട്ടൻ ഒരു കല്യാണക്കുറിയുമായി വന്നു. നാളെ രാജീവ് സാറും ഒരു കല്യാണക്കുറിയുമായി കയറി വരുന്നത് ഞാൻ മുന്നിൽ കാണുന്നുണ്ട്. കെട്ടുതാലി പൊട്ടിയ 2 പെൺമക്കൾ, ചുരുക്കി പറഞ്ഞാൽ 17 വർഷം മുമ്പുള്ള ശാരദാമ്മയുടെ അതേ അവസ്ഥ തന്നെ. ഒക്കത്തോരോ പെൺകുഞ്ഞുങ്ങളും കൂടി ഇല്ലെന്നേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് കരയുകയാണ് ശാരിക. എന്നിട്ട് ശ്യാമയെ പിടിച്ച് പറയുകയാണ്, പിന്നെ ഇവളാണ് ആകെയുള്ള പ്രതീക്ഷ. ഇപ്പോൾ ഇവളെ പറ്റിയും വലിയ ആഗ്രഹമൊന്നും അമ്മയ്ക്കില്ല. ഇടയ്ക്കിടയ്ക്ക് ശാരദാമ്മയുടെ തലവിധി ഇങ്ങനെ ആയിപ്പോയി എന്നൊക്കെ പറഞ്ഞ് അമ്മ പരിതപിക്കുന്നതും കാണാം. എല്ലാം കേട്ടിട്ടും ഒരക്ഷരം മിണ്ടാതെ നിറകണ്ണുകളോടുകൂടി തന്നെ ശാലിനി എന്തോ ആലോചിച്ചവിടെ തന്നെ നിൽക്കുന്നുണ്ട്. അമ്മ എന്തെങ്കിലും കടുങ്കൈ ചെയ്യുമെന്ന് എനിക്ക് നല്ല പേടിയുണ്ട് മോളെ എന്നും പറഞ്ഞ് ശാരിക പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴാണ് രാജി അവിടേക്ക് വന്ന് ശാലിനിയെ മാത്രമായി വിളിക്കുന്നത്. ശാലിനി മോളെ ഒന്നിങ്ങോട്ട് വന്നേ, ഒരു കാര്യം പറയട്ടെ എന്ന്. അന്നേരം രാജിയുടെ അടുത്തേക്ക് ശാലിനി ചെല്ലുമ്പോൾ കാര്യങ്ങളൊക്കെ പറയുകയാണ്. ശാരദാമ്മ അവിടെ നിന്ന് വിഷക്കൂണുകളൊക്കെ പറിച്ചു, എന്തിനുള്ള പുറപ്പാടാണെന്ന് അറിയുന്നില്ല എന്നൊക്കെ ശാലിനിയോട് രാജി പറയുകയാണ്. തുടർന്ന് കാണിക്കുന്നത് രാജേശ്വരി സെറ്റിയിലിരുന്ന ആപ്പിൾ കട്ട് ചെയ്ത് കഴിക്കുമ്പോഴാണ് ബാലചന്ദ്രൻ അവിടേക്ക് വരുന്നത്. രാജേശ്വരിയുടെ ഭാവമൊക്കെ കണ്ട് ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്, പതിവ് പോലെ ഇന്നും ഭക്ഷണമൊന്നും വെച്ചിട്ടുണ്ടാകില്ല അല്ലേ? ആരോടാണ് ചേച്ചി ഈ വാശിയൊക്കെ കാണിക്കുന്നത്? ഞാൻ പറഞ്ഞില്ലേ അളിയൻ്റെ അടുത്ത് ഇതൊക്കെ വില പോകൂ, എൻ്റെ അടുത്ത് വില പോകില്ല എന്നൊക്കെ പുച്ഛത്തോടു കൂടി ബാലചന്ദ്രൻ സംസാരിക്കുന്നുണ്ട്. അന്നേരം അതൊന്നും മൈൻഡ് ചെയ്യാതെ വീണ്ടും ആപ്പിളും കട്ട് ചെയ്ത് കഴിക്കുകയാണ് രാജേശ്വരി. ഞാനൊരാണാണ്, എങ്ങനെ പോയാലും ഭക്ഷണമൊക്കെ വാങ്ങിക്കും, കഴിക്കും. പിന്നെ ഫ്രിഡ്ജൊക്കെ ഇപ്പോൾ കാലിയാവും. എന്നെ പേടിച്ച് ഭക്ഷണമൊന്നും ഉണ്ടാക്കാതിരിക്കണ്ട, ഉണ്ടാക്കി കഴിച്ചോ, ജീവൻ കളയണ്ട എന്നൊക്കെ ബാലചന്ദ്രൻ പറയുന്നുണ്ട്. തുടർന്ന് കൊണ്ടുവന്ന കവറ് രാജേശ്വരിയുടെ മുമ്പിലേക്ക് വെച്ചിട്ട് പറയുകയാണ്, ദേ ഇത് ഞാൻ ഓൺലൈൻ വരുത്തിയ ഫുഡാണ്, കുഴിമന്തിയാണ്. അന്ന് ഞാൻ ചേച്ചിയോട് ദേഷ്യത്തോടെ അങ്ങനെയൊക്കെ സംസാരിച്ചെങ്കിലും ചേച്ചിയോട് എനിക്ക് പിണക്കമൊന്നും ഇല്ല. ഒരു കിളവൻ്റെ പിന്നാലെ നടന്ന് ചേച്ചിയുടെ ആരോഗ്യവും ആയുസ്സുമൊക്കെ ജീവിച്ചു തീർത്തു എന്ന് ചേച്ചി പറയാറുണ്ടല്ലോ. ചേച്ചി എപ്പോഴെങ്കിലും എന്നെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ഒരു നേരമെങ്കിലും ഞാൻ എപ്പോഴും ചേച്ചിയുടെ പിന്നാലെ നടക്കുന്ന ഒരാൾ മാത്രമായിട്ട്. ചേച്ചിയുടെ ശത്രുക്കൾക്ക് വേണ്ടിയാണ് ഞാൻ അംഗത്തിന് ഇറങ്ങാറുള്ളത്. സ്വന്തമായിട്ട് എനിക്ക് ചിന്താശേഷിയോ അഭിപ്രായമോ ഒന്നുമില്ല. എനിക്ക് ഇന്നേ വരെ ഒരു ജീവിതം ഉണ്ടായിട്ടുണ്ടോ? പിന്നെ ഇങ്ങനെ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ നമ്മൾ പരസ്പരം വഴക്കിട്ട് നിന്നാൽ നമുക്ക് 2 പേർക്കും തന്നെയാണ് ദോഷം. അന്നേരം കത്തിയുമായി ചാടി എഴുന്നേറ്റ് രാജേശ്വരി ചോദിക്കുകയാണ്, അല്ല നീ എന്നെ ഭീഷണിപ്പെടുത്തുകയാണോ? അല്ലാതെ ഇത്രയും കാലം കൂട് നിന്നതിൻ്റെ കൂലി ചോദിക്കുകയാണോ എന്നൊക്കെ ദേഷ്യത്തോടെ രാജേശ്വരി ചോദിക്കുന്നുണ്ട്. അന്നേരം എഴുന്നേറ്റ് ബാലചന്ദ്രൻ പറയുന്നുണ്ട്, അയ്യോ അല്ല ചേച്ചി, പിന്നെ ചേച്ചിക്ക് അങ്ങനെയൊക്കെ തോന്നിയെങ്കിൽ ഇത്രയും കാലം കൂടെ നിന്നതിൻ്റെ കൂലിയായിട്ട് ഒരു തുക തന്നാൽ ഞാനങ്ങ് ഒഴിഞ്ഞു പൊയ്ക്കോളാം. പെട്ടെന്ന് ബാലചന്ദ്രനെ സെറ്റിയിലേക്ക് തള്ളിയിട്ടിട്ട് കഴുത്തിന് കത്തി വെച്ച് രാജേശ്വരി ചോദിക്കുകയാണ്, അപ്പോൾ നിനക്ക് കൂലി വേണം അല്ലേടാ? ഒരു തുകയായിട്ടല്ല, മൊത്തത്തിൽ ഞാനങ്ങ് തന്നേക്കാം. നിന്റെ കൊരവള്ളി ഞാനങ്ങ് കണ്ടിച്ച് കളഞ്ഞേക്കാം. അപ്പോൾ ആകെ പേടിച്ച്, അയ്യോ അങ്ങനെയൊന്നും ചെയ്യല്ലേ ചേച്ചി എന്ന് ബാലചന്ദ്രൻ പറയുകയാണ്. അന്നേരം രാജേശ്വരി ചോദിക്കുകയാണ്, അപ്പോൾ ഇപ്പോൾ നീ എന്നോട് എന്തെങ്കിലും കോംപ്രമൈസിന് വരുന്നുണ്ടെങ്കിൽ കാര്യമായിട്ടെന്തോ സംഭവിച്ചിട്ടുണ്ട്. അതെന്താണെന്ന് മര്യാദയ്ക്ക് എന്നോട് പറഞ്ഞോ? അന്നേരം പേടിച്ച് വീണ്ടും ബാലചന്ദ്രൻ പറയുകയാണ്, പറയാൻ ചേച്ചി, ആദ്യം ചേച്ചി ഈ കത്തി എൻ്റെ കഴുത്തിൽ നിന്നും ഒന്ന് മാറ്റ്. തുടർന്ന് വീണ്ടും കത്തി കഴുത്തിൽ നിന്ന് മാറ്റിയിട്ട് വീണ്ടും കത്തി കാട്ടി ഭീഷണിപ്പെടുത്തി രാജേശ്വരി ചോദിക്കുകയാണ്, പറയേ അയാൾ നീ കണ്ടെത്തിയോ? അത് അയാൾ മരിച്ചോ എന്നൊക്കെ ചോദിക്കുകയാണ്. അന്നേരം ബാലചന്ദ്രൻ പറയുകയാണ്, മരിച്ചിട്ടൊന്നുമില്ല ചേച്ചി, അയാൾ ജീവനോടെ തന്നെയുണ്ട്. പണ്ടാരത്ത് അമ്പലത്തിൽ ഒരു ഭിക്ഷാരഹിയെ പോലെ ഇരിക്കുന്നത് കണ്ടവരുണ്ട്. തുടർന്ന് രാജേശ്വരി പറയാണ്, അപ്പോൾ പിന്നീട് എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. വീണ്ടും കത്തി ബാലചന്ദ്രൻ്റെ വയറ്റിന് നേരെ കാട്ടിയിട്ട് പറയുകയാണ്, നിഴലെന്നും നിഴൽ തന്നെയാണ്, എൻ്റെ മുമ്പിൽ തല പൊക്കാൻ വരരുത്, വന്നാൽ എന്ന് പറഞ്ഞ് വീണ്ടും കത്തിയൊന്ന് ഓങ്ങിക്കാണിക്കുകയാണ് രാജേശ്വരി. കൂടെ ജീവിച്ചവന് കഷായം കൊടുക്കാമെന്നുണ്ടെങ്കിൽ കൂടെ പിറപ്പിൻ്റെ കഴുത്ത് ഞെരിക്കുമ്പോഴും കൈ വിറക്കില്ല എന്ന് കത്തിക്കാട്ടി രാജേശ്വരി പറയുന്നുണ്ട് ബാലചന്ദ്രനോട്. അന്നേരം രാജേശ്വരിയുടെ ഭാവത്തിലും സംസാരത്തിലും ആകെയങ്ങ് പേടിച്ചു നിൽക്കുകയാണ് ബാലചന്ദ്രൻ.
അതേസമയം ശാരദാമ്മ അടുക്കളയിൽ കൂണുകൾ കൊണ്ട് കറി ഉണ്ടാക്കി വെച്ച ശേഷം തിരികെ അടുക്കളയിലേക്ക് വരികയാണ്. എന്നിട്ട് പാത്രം തുറന്നു നോക്കുമ്പോൾ അതിൽ കറി കാണുന്നില്ല. അയ്യോ, ഇതിലുണ്ടായിരുന്ന കൂൺകറി എവിടെ പോയി എന്നും പറഞ്ഞ് ആകെ വെപ്രാളപ്പെട്ട് അടുത്തിരിക്കുന്ന പാത്രങ്ങളൊക്കെ തുറന്നു നോക്കുകയാണ്. എന്നിട്ട് എന്തോ ആലോചിച്ച് ഓടുകയാണ് ശാരദാമ്മ. അന്നേരം അവിടെ ശാരികയ്ക്കും ശ്യാമയ്ക്കുമൊക്കെ ദോശയും കറിയും വിളമ്പുകയാണ്. പക്ഷേ കറി വിളമ്പുമ്പോൾ നന്നായിട്ട് കണ്ണു നിറയുന്നുണ്ട് ശാലിനിയുടേത്. അന്നേരം ഇതെന്താ ചേച്ചി, കൂൺകറി മാത്രമെന്ന് ശ്യാമ ചോദിക്കുന്നുണ്ട്. അതെ, നമുക്ക് മൂന്നാൾക്കും കൂൺകറിയല്ലേ കൂടുതൽ ഇഷ്ടം. അമ്മ നമുക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയതാണ്. അന്നേരം ചിരിക്കുന്നുണ്ട് ശാരികയും ശ്യാമയും ഒക്കെ. തുടർന്ന് ശ്യാമ കഴിക്കാനൊരുങ്ങുമ്പോൾ ശാലിനി പറയുകയാണ്, അയ്യേ പെട്ടെന്നങ്ങ് കഴിച്ചു കളയല്ലേ. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് കുറേ സങ്കടങ്ങൾ അനുഭവിക്കുകയല്ലേ നമ്മളെല്ലാവരും. അതിനിടയിൽ നമുക്കുണ്ടായിരുന്ന പരസ്പര സ്നേഹവും വിശ്വാസവും ഒക്കെ നഷ്ടപ്പെട്ടതുപോലെ. രാജീവ് സാറിനെയും വിഷ്ണുവേട്ടനെയും ഒക്കെ വിട്ടേക്ക്. അവർ വരുന്നതിന് മുമ്പ് നമ്മൾ എന്ത് സന്തോഷത്തോടു കൂടിയാണ് കഴിഞ്ഞിരുന്നത്. ഒരാൾ ഉണ്ടില്ലെങ്കിലും മറ്റൊരാൾക്ക് കരുതി വെച്ചിട്ടും ഇഷ്ടഭക്ഷണം അങ്ങോട്ടും ഇങ്ങോട്ടും വാരിക്കൊടുത്തും അങ്ങനെ എന്നൊക്കെ പറഞ്ഞ് അങ്ങ് കണ്ണ് നിറയുകയാണ് ശാലിനിയുടെ. ആ സന്തോഷം ഇന്ന് നമുക്ക് തിരിച്ചു പിടിക്കണം. അമ്മ പറഞ്ഞിട്ടില്ലേ പ്രാർത്ഥിച്ചിട്ടേ ഭക്ഷണം കഴിക്കാവുള്ളെന്ന്. രണ്ടുപേരും കണ്ണടച്ചെന്ന് പറയുകയാണ്. അന്നേരം ശ്യാമയും ശാരികയും കണ്ണടച്ച് പ്രാർത്ഥിക്കുകയാണ്. തുടർന്ന് ശാലിനിയും കണ്ണടച്ച് പ്രാർത്ഥിക്കുകയാണ്, ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ ഞങ്ങളുടെ അമ്മയുടെ വയറ്റിൽ തന്നെ പിറക്കാനും ഞങ്ങളെ തന്നെ കൂടപ്പിറപ്പുകളായി ജനിക്കാനും പിന്നെ അച്ഛനെ മതിവരുവോളം ആ അടുത്ത ജന്മത്തിലെങ്കിലും സ്നേഹിക്കാനും അവസരമുണ്ടാക്കി തരണേയെന്ന് ശാലിനി പ്രാർത്ഥിക്കുന്നു. ഇനി കണ്ണ് തുറന്നു എന്ന് പറയുമ്പോൾ ശ്യാമ ചോദിക്കുകയാണ്, അപ്പോൾ ഇനി ഭക്ഷണം കഴിക്കാമല്ലോ എന്ന്. തുടർന്ന് ശാലിനി പറയുകയാണ്, അങ്ങനെയല്ല, ആദ്യം ഞാനൊരു പിടി കഴിക്കും, എന്നിട്ട് ശാരികേച്ചിക്ക് കൊടുക്കും, അവസാനം നിനക്ക് വായിലും വച്ചു തരും. എന്നാൽ ശരിയെന്ന് സമ്മതിക്കുകയാണ് ശ്യാമ. അന്നേരം ഒരു പിടിയെടുത്ത് വായിൽ വെക്കാൻ നേരം ശാലിനി കരുതുകയാണ്, എന്നോട് ക്ഷമിക്കണം വിഷ്ണുവേട്ടാ, സത്യങ്ങളൊന്നും തുറന്നു പറയാതെ ഞാൻ പോവുകയാണ്. അടുത്ത ഇനിയൊരു ജന്മമുണ്ടെങ്കിലും വിഷ്ണുവേട്ടനെ കൂടെ ജീവിക്കാൻ എനിക്കൊരവസരം കിട്ടുമായിരിക്കും. തുടർന്ന് ശാലിനി അത് വായിൽ വയ്ക്കാനായിട്ട് വരുമ്പോൾ നിക്കിയെന്നും പറഞ്ഞ് ഓടി വന്ന് ശാരദാമ്മ ശാലിനിയുടെ കയ്യിൽ നിന്നും അതങ്ങ് തട്ടിക്കളയുകയാണ്. എന്നിട്ട് ചോദിക്കുകയാണ്, ആരോട് ചോദിച്ചിട്ടാണ് അകത്തിരുന്ന കൂൺകറി എടുത്തത്. മുഖത്ത് നോക്കാതെ തന്നെ ശാലിനി പറയുകയാണ്, ആരോടും ചോദിച്ചില്ല. ഇവിടെ അടുക്കളയിൽ പാകം ചെയ്യുന്നത് നമുക്ക് എല്ലാവർക്കും കഴിക്കാനല്ലേ. തുടർന്ന് ശാലിനി പറയുകയാണ്, ദേ നമ്മുടെ പരിപാടിയിൽ ചെറിയൊരു മാറ്റം. ഇനി നമുക്ക് ഓരോരുത്തർക്കും വാരിത്തരുന്നത് നമ്മുടെ അമ്മയാണ്. അന്നേരം ഒന്ന് പരിഭ്രമിക്കുകയാണ് ശാരദാമ്മ. തുടർന്ന് ശാരദാമ്മയ്ക്ക് നേരെ പാത്രം നീട്ടിയിട്ട് ആദ്യം എനിക്ക് എന്ന് പറയുകയാണ് ശാലിനി. അന്നേരം ശാരദാമ്മ നോക്കിക്കൊണ്ട് തന്നെ നിൽക്കുമ്പോൾ, എന്താ അമ്മേ വാരി തരുന്നില്ലേ, എങ്കിൽ ഞാൻ തന്നെ കഴിച്ചോളാം എന്നും പറഞ്ഞ് ശാലിനി വീണ്ടും കഴിക്കാൻ തുടങ്ങുമ്പോൾ പാത്രം തട്ടി ദൂരേക്ക് എറിയുകയാണ് ദേഷ്യത്തോടു കൂടി ശാരദാമ്മ. അന്നേരം ശ്യാമയും ശാരികയും അങ്ങ് എഴുന്നേൽക്കുകയാണ്. എന്താ അമ്മേ ഇതൊക്കെയെന്ന് ശാരിക ചോദിക്കുമ്പോൾ ശാലിനി ദേഷ്യത്തോടു കൂടി പറയുകയാണ്, നമുക്ക് 3 പേർക്കും ആ കൂൺകറി വാരിത്തരാൻ പറയമ്മയോട്. അതോടുകൂടി അമ്മയുടെ എല്ലാ പ്രശ്നങ്ങളും അങ്ങ് തീരട്ടെ. അന്നേരം എന്താ ശാലിനി നീ പറയുന്നതൊക്കെയെന്ന് ശാരിക ചോദിക്കുമ്പോൾ ദേഷ്യത്തോടെ ശാലിനി ഉച്ചത്തിൽ പറയുകയാണ്, അത് വിഷക്കൂണുകൾ ആയിരുന്നോ അമ്മയ്ക്ക് കഴിക്കാൻ വേണ്ടി ഉണ്ടാക്കിയത്. അന്നേരം ശാരിക ദേഷ്യത്തോടെ സത്യമാണോ അമ്മേ, സത്യമാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, ശാലിനി പറഞ്ഞത് തന്നെയാണ് ശരി, അമ്മ ഞങ്ങൾക്ക് 3 പേർക്കും അത് വാരിത്താ. ഒരിക്കൽ റെയിൽവേ ട്രാക്കിലേക്ക് പോയ എന്നെയാണ് അമ്മ ഇത് ചെയ്തതെന്ന് ഓർക്കണം. അന്നേരം മോളെ ഞാൻ എന്നൊക്കെ പറഞ്ഞ് മറുപടിയില്ലാതെ നിൽക്കുകയാണ് ശാരദാമ്മ. തുടർന്ന് ശാലിനി പറയുകയാണ്, സത്യാമ്മയുടെ അടുത്ത് പറയാതിരിക്കുന്ന സത്യമാണ് അമ്മയുടെ മനസ്സ് പൊള്ളിക്കുന്നതെങ്കിൽ അത് ഞാൻ പറയാം. ഞാൻ പ്രഗ്നൻ്റ് അല്ല എന്ന് വിഷ്ണുവേട്ടൻ പറഞ്ഞത് അത് സത്യം തന്നെയാണ്. അന്നേരം മോളെന്ന് വിളിച്ച് ശാരദാമ്മ ചോദിക്കുകയാണ്, അപ്പോൾ നീ ഗർഭിണിയാണെന്ന് എന്തിനാണ് കള്ളം പറഞ്ഞത്? പിന്നെ നീ ഡിവോഴ്സ് പെറ്റീഷനിൽ എന്തിനാണ് ഒപ്പിട്ട് കൊടുത്തത്? ഈ കല്യാണം വരെ ഇതൊക്കെ എത്തിച്ചത് എന്തിനാണ് എന്നുള്ള ചോദ്യങ്ങളൊക്കെ ശാലിനിയോട് ചോദിക്കുകയാണ് ശാരദാമ്മ. ഒരു കുഞ്ഞിൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി വെളിച്ചം കാണുന്നതിന് മുമ്പ് അതിനെ ആരും കൊന്നു തള്ളാതിരിക്കാൻ വേണ്ടി പ്രഗ്നൻ്റ് ഞാനല്ല പ്രീതിയാണ് എന്ന് കരഞ്ഞു പറയുകയാണ് ശാലിനി. തുടർന്നുണ്ടായ സംഭവങ്ങളൊക്കെ ശാരദാമ്മയോടും ശാരികയോടും ശ്യാമയോടും പറയുകയാണ് ശാലിനി. അർജുനേട്ടൻ്റെ കുഞ്ഞാണ് പ്രീതിയുടെ വയറ്റിലെന്നറിഞ്ഞാൽ സത്യാമ്മ അതിനെ വെളിച്ചം കാണിക്കില്ല, കൊന്നു കളയും എന്നൊക്കെ ശാലിനി പറയുന്നുണ്ട്. 2 മാസം കൂടി കഴിഞ്ഞാൽ അബോർഷന് സാധ്യത ഉണ്ടാവില്ല. പിന്നെ അമ്മയ്ക്ക് കൂടി അത് കേടാണെന്നറിഞ്ഞാൽ സത്യാമ്മ അതിന് തയ്യാറാകില്ല. പിന്നെ ഞാൻ എല്ലാ സത്യങ്ങളും തുറന്നു പറയാം എന്നൊക്കെ പറയുകയാണ് ശാലിനി. വിഷ്ണുവേട്ടനും സത്യാമ്മയ്ക്ക് മാത്രമേ ആ വീട്ടിൽ ഇക്കാര്യം അറിയാതെയുള്ളൂ. വിഷ്ണുവേട്ടനോട് പറയാൻ പറ്റില്ല. വിഷ്ണുവേട്ടനോട് പറഞ്ഞാൽ സത്യാമ്മ എന്നെ കുറ്റപ്പെടുത്തുമ്പോൾ അറിയാതെ വിഷ്ണുവേട്ടൻ പറഞ്ഞു പോകും എന്നൊക്കെ സങ്കടപ്പെടുകയാണ് ശാലിനി.
സത്യം മറച്ചു വയ്ക്കാൻ ഞങ്ങൾ ഒരുപാട് ശ്രമിച്ചു. പക്ഷേ ഒരു ദിവസം സുസ്മിത സത്യം കണ്ടെത്തിയെന്ന് പറയുകയാണ് ശാലിനി. അന്ന് ഡോക്ടർ കുറിച്ചു കൊടുത്ത പ്രിസ്ക്രിപ്ഷൻ സുസ്മിത കണ്ടെത്തിയതും അന്ന് ശാലിനി സമ്മതിച്ചതും അതുകൊണ്ടാണെന്നൊക്കെ കരഞ്ഞു പറയുകയാണ് ശാലിനി ശാരദാമ്മയോട്. അന്നേരം ശാരദാമ്മ ശാലിനിയുടെ അവസ്ഥയിൽ സങ്കടപ്പെട്ട് അങ്ങനെ നിൽക്കുന്നു. ഇത്രയുമാണ് പുതിയ എപ്പിസോഡ്. ഓക്കെ, താങ്ക്